ഈ ഒരു ഫ്രെയിം ആർക്കും കിട്ടിയില്ല. ഇത് വെങ്കടേഷ് സാർ വരുന്നതാണ്. ആ സമയത്ത് ഞാൻ എന്തായാലും ക്യാമറ ഓണാക്കി തന്നെ വച്ചിരുന്നു. സിറ്റിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ മുന്നിലെ മാധ്യമപ്പടയുടെ ദുരിതപർവമാണ് ഈ കാണുന്ന കാഴ്ച. അകത്താണെങ്കിൽ AC റൂമിനുള്ളിൽ വിശ്വവിഖ്യാത സ്വർണ്ണക്കൊള്ളയുടെ ചുരുളഴിയുകയാണ്. സുഖിക്കാൻ വിധിക്കപ്പെട്ടവർ കള്ളന്മാരായാലും അവർ സുഖിക്കും. പുറത്ത് വാർത്ത തത്സമയം എടുക്കുന്നവർ സ്വന്തം വീടിൻ്റെ അടുപ്പെരിയാൻ മഴയും വെയിലും പാഷനാക്കിയവർ. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സിവിൽ പോലീസുകാർ സഞ്ചിയും തൂക്കി അകത്തേക്ക് ഓടുന്നുണ്ട്. രാവിലെ ഇഡ്ഡലി ചായ ചോദിക്കും ഏതാ വേണ്ടതെന്ന്. ഉണ്ണികൃഷ്ണൻ എന്ന ഭഗവാന്റെ പേര് പോലും മോഷ്ടിച്ച ഒരു കള്ളൻ. പ്രഭാത ഭക്ഷണത്തിൽ ഒപ്പം പറ്റുമെങ്കിൽ പപ്പടവും കേസരിയും, മധുരം അല്പം കൂട്ടി. മുന്തിയ ഇനമാണ് ജാതിയിൽ, ജാതി പറഞ്ഞുകൂടാ. പക്ഷേ പണമെല്ലാം ചെന്ന് ചേരുന്നത് ഈ സമൂഹത്തിൽ ചിലരിലാണ്. അതും ചുമ്മാ. പണിയെടുക്കണ്ട, നിത്യവരുമാനം വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, സ്കൂളിൽ 10ാം ക്ലാസ് വരെ പോയാൽ ഓക്കെ. രാത്രി 2:30 മുരാരി ബാബുവും വന്നിട്ടുണ്ട്. ഇന്നലെ പാതിരാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതാണ്. അതും മുന്തിയ ഇനമാണ്, അകത്തിരിപ്പുണ്ട്. ഏറ്റുമാനൂരപ്പൻ്റെ 7.5 പൊന്നാനയുടെ തിളക്കവും ശബരിമല ദോരപാളികളുടെ തങ്കപ്രഭയും ഇപ്പോൾ ആ മുഖത്ത് ഇല്ല കേട്ടോ. ഇപ്പോ ചെറിയ പനിക്കാച്ചിലാണ് മുരാരി ബാബുവിന്. നെറ്റി തൊട്ടാൽ അറിയാം, നല്ല ചൂടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ആഴ്ച ഈ മാന്യൻ ചിരിച്ചുകൊണ്ട് ആർജവത്തോടെ മറുപടി വിളമ്പുന്നുണ്ട്. ആ മുരാരി ബാബുവിനെ ഞാനിപ്പോൾ ഓർത്തു. ഇടയ്ക്കിടെ കള്ളം പറയുന്നത് കൊണ്ടാണോന്നറിയില്ല, തൊണ്ടയിൽ വെള്ളം വറ്റി നാക്ക് ചുണ്ടിൽ ഉടക്കുന്ന കാഴ്ച കണ്ടപ്പോഴേ കൂടെ നിന്ന ഒരു പ്രജ പറഞ്ഞു, ഈ രാജാവ് തുണി ഉടുത്തിട്ടില്ലെന്ന്. ആ കാര്യം ഈ രാജാവിനും അറിയില്ല. അയ്യേ, ചില പിള്ളേർ കണ്ടു കൂകി വിളിക്കുകയാണിപ്പോ പുറത്തുനിന്ന്. ഇപ്പോൾ ആ പ്രജ പറഞ്ഞത് നേരായി. കട്ടത് ഇദ്ദേഹം തന്നെ. അത് SIT ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ചൂട് കൂടുന്നുണ്ട്. എന്ന്, എപ്പോൾ, എവിടെ വച്ച്, എത്ര കിലോ അടിച്ചുമാറ്റി എന്നൊക്കെ കേട്ടറിഞ്ഞും കുറച്ച് ഊഹിച്ചും മേമ്പൊടി ചേർത്തും പ്രേക്ഷകർക്ക് ദഹിക്കുന്ന മട്ടിൽ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തെരുവോരൻ, സഹപ്രവർത്തകൻ തെരുവിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കഷ്ടപ്പെടുന്നവന്റെ മുഖം കാണണമെങ്കിൽ അത് തെരുവിലേ സാധിക്കൂ. കള്ളന്റെ മുഖം എപ്പോഴും കണ്ണാടിക്കൂട്ടിൽ തന്നെ, ഇന്നും അന്നും. ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടക്കാരും ക്യാമറ ഫ്രെയിമിൽ വന്നുപോയി. അതിൽ SP ശശിധരൻ സാറുണ്ട്, SP ബിജോയ് സാറുണ്ട്. പിന്നെ ഉച്ചയോടെ ADGP H വെങ്കടേഷ് സാർ ഒന്നുകൂടി അവിടേക്ക് വന്നു. വെങ്കടേഷ് സാർ വന്നതോടെ രംഗം കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഉണ്ണിയല്ലാത്ത കൃഷ്ണൻ എന്ന പേര് ഒപ്പം കൂടെ ചേർത്ത് പാവപ്പെട്ട പോറ്റുമാരുടെ പേര് കളയിക്കാൻ വേണ്ടി പോറ്റിയെന്നു. മുരാരി അല്ലാത്ത വെറും മുരയെയും ഒന്നിച്ചിരുത്തി ഇപ്പോ വെങ്കടേഷ് സാർ പൊരിക്കുകയാണ്. പൊരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അസൽ പൊരി. പിന്നെ പഴംപൊരിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പോറ്റിക്കും മുരാരിക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 മണിക്ക് ഒരു സിവിൽ പോലീസുകാരൻ ഒരു സഞ്ചിയും തൂക്കി ഓടുന്ന കണ്ടു. അതിൽ മിക്കവാറും 4 മണിക്കുള്ള പഴംപൊരിയായിരിക്കും. പിന്നെ ഡാ, വെള്ളം ദാഹിക്കുന്നടാ, നിന്റെ കയ്യിൽ ബോട്ടിലുണ്ടോ? ബോട്ടിൽ കാറിലാണ് മാഷേ. കാർ എവിടെയാ? കാർ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഇങ്ങനെ
ക്യാമറാമാൻമാരും റിപ്പോർട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ദീനത പറയുന്നത് ഞാനും കേട്ടു. ഒരു ഫ്രെയിം പോലും മിസ്സാക്കാതെ ക്യാമറ ഓണാക്കി ബാറ്ററി മാറി മാറിയിട്ട് 4 ബാറ്ററി തീർന്നിട്ടും മുരാരിയെയും ഉണ്ണികൃഷ്ണനെയും ഫ്രെയിമിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിൻ്റെ വേദന ചെറുതല്ല. കാരണം സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരുടെ മാനേജേഴ്സൊക്കെ കൂടെ കൂടെ ക്യാമറാമാൻമാരെ വിളിച്ച് തെറി വിളിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ ഒരു പ്രതിയെ വാങ്ങിയാൽ ആദ്യ സ്റ്റെപ്പ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അത് ജനറൽ ഹോസ്പിറ്റലിലേക്കാവും പോവുക, പിന്നെ ആറ്റിങ്ങൽ കോടതിയിലേക്കും. ആ അവസരത്തിലൊക്കെ ഈ പ്രതികളുടെ കിട്ടുന്ന ചിത്രങ്ങൾ ഫ്രെയിമിൽ എടുക്കാൻ വേവലാതി പൂണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ വലവിരിച്ച് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ. അവർക്ക് വലിയ ടെൻഷനാണ്, എപ്പോഴും ചോദ്യം ചെയ്യലുണ്ട്. എനിക്ക് ആരോടും ബഹുമാനം തോന്നുന്നു എങ്കിൽ ആദ്യം തോന്നുന്നത് ഈ മാധ്യമപ്രവർത്തകരോടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അവർ പ്രോംപ്റ്റ് ചെയ്യപ്പെടുന്നുമില്ല. തെരുവോരങ്ങളിൽ നിന്ന് ഈ വിവരങ്ങളെ അക്ഷരത്തെറ്റില്ലാതെ വളരെ സ്ഫുടതയോടുകൂടി, അതും പച്ച മലയാളത്തിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വിവരങ്ങളുടെ ആഴവും പരപ്പും പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ഇവരുണ്ടെങ്കിലേ സാധിക്കൂ. ഇതിനിടയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ആ പ്ലാവിൻ്റെ മരത്തിൻ്റെ ചില്ല ഒന്ന് ഒടിച്ചു കൊടുക്ക് എന്ന്. ക്യാമറ ഫ്രെയിം വയ്ക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന ക്യാമറാമാൻമാർ. ഇവിടെ ഒരു കാര്യമുണ്ട്, കോടതി പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്, ഇതിലെ ഓരോ നടപടിക്രമങ്ങളും വളരെ രഹസ്യമായിരിക്കണം എന്ന്. കറ തീർന്ന ഒരു അന്വേഷണത്തിന് വേണ്ടിയാണത്. അന്വേഷണത്തിൻ്റെ ഓരോ സ്റ്റെപ്പും മാധ്യമപ്രവർത്തകരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമാണ് ഉദ്യോഗസ്ഥർ ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ്, ഏത് നിമിഷമാണ് ആര് വന്നിറങ്ങുന്നത് എന്നറിയാൻ കഴിയില്ല. ഈ ഒരു ഫ്രെയിം ആർക്കും കിട്ടിയില്ല. ഇത് വെങ്കടേഷ് സാർ വരുന്നതാണ്. ആ സമയത്ത് ഞാൻ എന്തായാലും ക്യാമറ ഓണാക്കി തന്നെ വച്ചിരുന്നു. അവർ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു, വെങ്കടേഷ് സാർ വന്നിറങ്ങുന്നതിൻ്റെ വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. ഓരോരുത്തരും പറയുന്നു, കഷ്ടം, ഞാൻ ആ സമയത്താണ് ക്യാമറ ഒന്ന് ഓഫാക്കിയതെന്ന്. പക്ഷേ അവിടെ ഞാൻ ജാഗരൂകനായിരുന്നു. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈയിടയ്ക്ക് കാവടിക്കടവിൽ ഒരു മൃതദേഹം എടുക്കാൻ പോയ ഫയർഫോഴ്സുകാരോടൊപ്പം ഞാൻ പോവുകയും കല്ലിൽ തെന്നി താഴെ വീഴുകയും ചെയ്തത്. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ നിന്ന് ഞാൻ ഇനിയും മോചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ഞാൻ കൂടുതലും ഇരുന്ന് സ്റ്റുഡിയോയ്ക്കുള്ളിൽ വർത്തമാനം പറയുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഈയിടയ്ക്ക് ചെയ്യുന്നത്. അതിന് പ്രേക്ഷകരുടെ എണ്ണം വളരെ കുറവുമാണ്. ദയവായി കാണുന്ന പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണേ. ഒരാരോഗ്യം വീണ്ടെടുത്ത് കിട്ടുന്ന അവസരം നോക്കി ഞാൻ ഇനിയും പുറത്തേക്ക് പോകുന്നതാണ്, നല്ല വിഷ്വൽസ് എടുക്കാൻ വേണ്ടി. ആദ്യമായിട്ടാണ് ഇന്ന് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ മുന്നിൽ വന്നത്. കുറച്ച് വേദനയുണ്ട്, എങ്കിലും ഇതല്ലാതെ മാർഗമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ അപ്പൊ ബോർഡ് അറിയാതെ ഇത് ചെയ്യുമോ? ബോർഡിൽ ആരൊക്കെ ഈ കൊള്ളയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങൾ മുരാരി ബാബുവിൽ ലഭിക്കണം. നിലവിൽ മുരാരി ബാബുവിൽ നിന്ന് വളരെ പരിമിതമായ മൊഴി മാത്രം, അതായത് 2019 മണി 2:30-3 വിശപ്പും ദാഹവും ക്ഷീണവും. ഡിസ്ക് കംപ്ലൈൻ്റ് ആയവരുടെ നടുവേദന അനുഭവിക്കുന്ന ആൾക്കാർക്കേ അതറിയൂ. ചിലർ തളർന്ന് കുഴഞ്ഞ് ആരുടെയോ കാർപോർച്ചിൽ കിടക്കുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ജീവിതം പച്ചയ്ക്ക് നിന്ന് കാണുകയാണ് ഞാനും. ഈ ജേർണലിസവും എം.എഡും ഹൈ ക്വാളിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് വാർത്തകളെ വളരെ വ്യക്തമായും വർഷങ്ങളെയും സംഭവങ്ങളെയും നന്നായി ഓർത്തെടുത്തും പറയാനും അവതരിപ്പിക്കാനും കഴിയുന്ന മാധ്യമപ്രവർത്തകർ. അവർ ശരിക്കും മുന്നിലാണ് സമൂഹത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ തെരുവിലാണ്. ഇങ്ങനെ ചിലരെ എന്നും ദുഃഖിക്കാനും ചിലരെ എന്നും സുഖിക്കാനുമായി ചെയ്തിരിക്കുന്ന ഒരു വൃത്തികെട്ട നാച്ചർ ഡിസൈനിങ്ങിനെ പഴിചാരിക്കൊണ്ട്
അല്പസ്വല്പം അറിവുള്ള ഒരുത്തൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എനിക്ക് ഈ വിശപ്പ് താങ്ങാനാവുന്നില്ല. ഇപ്പോൾ തന്നെ മണി 3:15. ഞാൻ കുടമുടക്കി ക്യാമറയുടെ സൂം ലെൻസ് അഴിച്ച് അടച്ച് ബാഗിൽ വെച്ചു. ഇനി കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്. വഴിയിൽ വല്ലതും വീണ് കിട്ടിയാൽ അതിൽ പെറുക്കി എടുക്കാം. ഒരു വാർത്താ വ്ളോഗ് ഉണ്ടാക്കി നാളെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാം. സാഫ്രോണിലേക്ക്. ആര് കാണാൻ? എങ്കിലും ഇതല്ലാതെ വേറെ ഒരു വഴിയും എനിക്കുമില്ല. ഈ ദുഃഖങ്ങളൊക്കെ കടിച്ചമർത്തി നടക്കുകയാണ് കേട്ടോ തെരുവിലൂടെ ഞാൻ. ഒപ്പം ഒരു തെരുവു നായി, എല്ലാത്തിനും സാക്ഷിയായി, ഒന്നും പറയാനില്ലാതെ സാധാരണ പ്രജകൾ. നന്ദി.